നോക്കൌട്ട് പ്രതീക്ഷകൾ നിലനിർത്തി കരുത്തരായ എതിരാളികൾക്ക് കാനഡയുടെ സമനില പൂട്ട്. ബോസ്നിയ ആൻഡ് ഹെർസഗോവിനയെ 1-1 തളച്ചു. സ്കോർ ബോർഡ് നോക്കി മോശം മത്സരമായി വിലയിരുത്തേണ്ട ഒന്നായിരുന്നില്ല കാനഡയിൽ അരങ്ങേറിയത്. തുല്യശക്തികൾ പരസ്പരം പോരടിച്ച ആവേശ കാഴ്ച. ബോസ്നിയ ആദ്യ ലീഡ് നേടിയപ്പോൾ ആതിഥേയരായ കാനഡയുടെ ചങ്കിടിച്ചു. 21-ാം മിനിറ്റിൽ ജോവോ ലൂക്കിച്ചാണ് ബോസ്നിയയെ മുന്നിലെത്തിച്ചത്. പിന്നീട് മികവുറ്റ പ്രതിരോധത്തിലൂടെ ബോസ്നിയ മുന്നിലെന്ന് തോന്നിപ്പിച്ചു. പക്ഷേ രണ്ടാം പകുതിയിൽ കാര്യങ്ങൾ മാറിമറിഞ്ഞു. അടിമുടി മാറിയ കനേഡിയൻ ടീം ആക്രമിച്ചു കളിച്ച ബോസ്നിയയുടെ മുനയൊടിക്കുന്ന കാഴ്ച. 60-ാം മിനിറ്റിൽ നടത്തിയ നിർണായക സബ്സ്റ്റിറ്റ്യൂഷനുകൾ കളിയുടെ ഗതി മാറ്റി. കനേഡിയൻ ആക്രമണങ്ങൾക്ക് പുതിയ ഊർജം സമ്മാനിച്ച മാറ്റങ്ങളാണ് പിന്നീട് നാം കണ്ടത്. മൈതാനത്ത് കനേഡിയൻ ടീം നടത്തിയ മിന്നൽ നീക്കങ്ങൾ ഒടുവിൽ ഫലം കണ്ടു. ബോക്സിനുള്ളിൽ നിന്നിരുന്ന സൈലാറിന് പന്ത് ലഭിച്ചുടൻ വെട്ടിത്തിരിഞ്ഞ താരം ബോസ്നിയൻ വല കുലുക്കി. സ്കോർ ബോർഡിൽ 1-1. കാനഡയിലെ ആരാധകർക്കൊപ്പം ടൊറന്റോ സ്റ്റേഡിയം കടലുപോലെ ആർത്തിരമ്പി. കൈവിട്ടുപോയെന്ന് കരുതിയ മത്സരത്തിൽ കാനഡ ഇതാ ഒപ്പത്തിനൊപ്പം എത്തിയിരിക്കുന്നു. ഇതിനിടെ സ്റ്റോപ്പേജ് ടൈമിന്റെ അവസാന നിമിഷം കാനഡയുടെ ഗോൾ നീക്കം ലക്ഷ്യം തൊടാതെ പോയത് ആരാധകർക്ക് നിരാശയായി. ബോസ്നിയൻ പ്രതിരോധ നിരയുടെ മനോധൈര്യം കൊണ്ട് മാത്രമാണ് ആ ഗോൾ തടുത്തിടാനായത്. സൈലാറിന്റെ തകർപ്പനൊരു ഷോട്ട് 2 ബോസ്നിയൻ ഡിഫൻഡർമാർ ഡൈവിംഗ് ടാക്കിളിലൂടെ തടയുകയായിരുന്നു. രണ്ടാം മത്സരത്തിൽ സ്വന്തം നാട്ടിൽ സ്വന്തം ആരാധകർക്ക് മുന്നിൽ USA അഭിമാന വിജയം. സ്കോർ 4-1. ആദ്യം മുതൽ മേൽക്കൈ നേടിയ USA ടീമിനെ മുന്നിലെത്തിച്ചത് കളിയുടെ 7-ാം മിനിറ്റിൽ ബോബഡിലയുടെ സെൽഫ് ഗോളായിരുന്നു. പന്ത് വരുതിയിലാക്കി പാരഗ്വായുടെ പോസ്റ്റ് ലക്ഷ്യം വെച്ച് നീങ്ങിയ USA താരങ്ങൾ പോലും അമ്പരന്നുപോയി. ബോബഡിലയുടെ കിക്ക് സ്വന്തം ഗോളിയെയും മറികടന്ന പാരഗ്വായുടെ വല കുലുക്കി. അടുത്ത ഗോൾ പിറന്നത് 31-ാം മിനിറ്റിൽ. ഫൊലാരിൽ ബലോഗനാണ് ബോൾ വലയിലെത്തിച്ചത്. 28-ാം മിനിറ്റിൽ ലീഡെടുക്കാൻ ശ്രമിച്ച ബലോഗൻ ഗോൾ അടിച്ചെങ്കിലും ഓഫ് സൈഡ് വിധിച്ചിരുന്നു. ഈ ക്ഷീണം 31-ാം മിനിറ്റിൽ ബലോഗൻ തീർത്തു. 45-ാം മിനിറ്റിൽ മാലിക് തിൽമനിലൂടെ USA 3-ാം ഗോളും നേടി ആധിപത്യം ഉറപ്പിച്ചു. രണ്ടാം പകുതിയിൽ പാരഗ്വായ് പിടിച്ചു നിൽക്കാൻ പൊരുതി നോക്കി. USAക്കായി ഇരട്ട ഗോൾ നേടിയ ബലോഗനെ പാരഗ്വായ് പ്രതിരോധ നിര പൂട്ടി. ഗോൾ പോസ്റ്റിൽ മികച്ച സേവുകളും കണ്ടു. സെൽഫ് ഗോൾ അടിച്ച ബോബഡിലേക്ക് പകരക്കാരനായി ഇറങ്ങിയ മൗറീഷ്യോ 74-ാം മിനിറ്റിൽ തൊടുത്ത ഷോട്ട് ലക്ഷ്യം കണ്ടു. പാരാഗ്വായ്ക്ക് ആശ്വാസ ഗോൾ. പക്ഷേ അധിക സമയത്ത് ജിയോവന്നി റൈന ഗോൾ മടക്കിയതോടെ പാരഗ്വായുടെ പരാജയം പൂർണ്ണമായി. ഒരു നൂറ്റാണ്ടിന്റെ ഇടവേളയ്ക്ക് ശേഷം ലോകകപ്പിൽ ഇരു ടീമുകളും ഏറ്റുമുട്ടിയ മത്സരത്തിൽ സ്വന്തം മണ്ണിൽ സ്വന്തം നാട്ടുകാർക്ക് മുന്നിൽ അമേരിക്കയ്ക്ക് തകർപ്പൻ ജയം. പേരുകേട്ട പ്രതിരോധം തകർന്നടിഞ്ഞ പാരഗ്വായ്ക്ക് ആദ്യ മത്സരത്തിൽ അമേരിക്കൻ മണ്ണിൽ കണ്ണീർ.